നമസ്കാരം കൃഷിഭൂമി സുഹൃത്തുക്കളെ. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഫേസ്ബുക്കിലെ നമ്മുടെ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഒരു ഫയൽ നോക്കുക എന്നുള്ളത്. അതിനെപ്പറ്റി വളരെ ഇപ്പം സാധാരണയായി കൂടുതൽ ആൾക്കാരും മൊബൈലിലാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ കൃഷിഭൂമിയുടെ മെയിൻ ഫ്രണ്ട് പേജാണ്, ഗ്രൂപ്പ് പേജാണ്. ഇതിന്റെ ഈ സൈഡിൽ 3 ഡോട്ട് കിടക്കുന്നത് ശ്രദ്ധിക്കുക. ഈ 3 ഡോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ്, ക്രിയേറ്റ് ഗ്രൂപ്പ് ചാറ്റ്, ക്രിയേറ്റ് ഇവന്റ്, വ്യൂ ഗ്രൂപ്പ് ഇൻഫർമേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഒരു ബിലോ ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. കൃഷിഭൂമിയുടെ കംപ്ലീറ്റ് ആഡ് മെമ്പേഴ്സ്, എത്ര മെമ്പേഴ്സ് ഉണ്ടാകും, ഫോട്ടോസ് എത്ര ഉണ്ടാവും, ഈവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇനി ഫയലുകൾ ശ്രദ്ധിക്കുക. 4ാമത് 1, 2, 3, 4, 5ാമത് കിടക്കുന്നതാണ് ഫയലുകൾ. ജസ്റ്റ് ഓപ്പൺ ദ ഫയലുകൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അന്ന് വരെയുള്ള താഴോട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീഫ്രഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സീ മോറിലേക്ക് കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫയലുകൾ കാണുന്നതായിരിക്കും. അന്ന് വരെ നമ്മുടെ ഗ്രൂപ്പുകളിൽ എത്രത്തോളം ഫയലുകൾ സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കാണാം. ഇപ്പം ഇതിൻ്റെ അകത്ത് 91 ഫയൽസ് ഉണ്ട്. 91 ഫയൽസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. താഴോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഫ്രഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓരോരോ ഫയലുകളിലും ഓരോരുത്തരുടെ പേരുകളിൽ ഓരോ ഫയലുകളുണ്ട്. എന്തിനെക്കുറിച്ചാണോ അത് ഫയലുകൾ ഉള്ളത് അതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും അന്ന് വരെയുള്ള അതിൻ്റെ കമൻസുകളും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, ഇതുപോലെ ഓരോ ഫയലുകളും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. ഓരോരോ കാര്യങ്ങൾക്കും ഓരോരുത്തർ നൽകിയിരിക്കുന്ന ഫയലുകളുണ്ട്. റോയ് നമ്പീഷന്റെ മുന്തിരി കൃഷികൾ, അതിനെപ്പറ്റി ഒരു അദ്ദേഹം ഇട്ട ഫയൽ ഞാനൊരു ഫയലാക്കി ക്രിയേറ്റ് ചെയ്തതാണ്. അസോള കൃഷി ആൻഡ് സോഷ്യൽ മീഡിയ, ഹേമ സോമാന ചേച്ചിയുടെ ഒരു ഫയലാണ്. കൃഷിനെ പറ്റിയുള്ള ഒരു ഫയൽ തയ്യാറാക്കിയാണത്. അത് നമുക്ക് നെറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാനേ സാധിക്കുകയുള്ളൂ. PDF ഫയലാണ്. അങ്ങനെ കുറെ PDF ഫയലുകൾ ഇതിൻ്റെ അകത്തുണ്ട്. JPG ഫയലുകളുണ്ട്, PDF ഫയലുണ്ട്. കസ്തൂരി മഞ്ഞളുടെ PDF ഫയലാണ്. PDF ഫയൽ നിങ്ങൾക്ക് മൊബൈലിൽ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഏത് ഇതിനാണ് നിങ്ങൾക്ക് വേണ്ടത് അതിലോട്ട് നിങ്ങൾക്ക് ഇത് നെറ്റിൽ പോയി ഡൗൺലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകുന്നതാണ്. ഹരികുമാർ കോയിപ്പുരത്തിന്റെ ഒരു ഫയലാണിത്. ചിത്രകീടം, ലീഫ് മൈന, ചിത്രകീടത്തിന്റെ കാരണങ്ങളും വിധികളും. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.